ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരമപരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ അടുത്ത നാളിൽ സമ്പർക്ക മാധ്യമങ്ങളിലൂടെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് സീറോ മലബാർ സഭയിൽ പരിശുദ്ധ കുർബാനയിൽ ഈശോയെ നീ എന്ന് അഭിസംബോധന ചെയ്യുന്നു. അത് തെറ്റല്ലേ? ഈശോയെ എങ്ങനെ നീ എന്ന് പറയും? കുടുംബങ്ങളിലെ ഭാര്യ ഒരിക്കലും ഭർത്താവിനെ നീ എന്ന് പറയാറില്ല. ഒരുപക്ഷെ പുരുഷൻ തൻ്റെ മേധാവിത്വ ചിന്താഗതിയിൽ സ്ത്രീയോട് നീ എന്ന് പറഞ്ഞിരിക്കാം. ഏതായാലും മക്കളെ മാതാപിതാക്കളെ നോക്കി നീ നിങ്ങൾ എന്ന് സാധാരണ പറയാറില്ല. എന്തുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ അങ്ങനെ പറയുന്നു? ആദ്യമായി തന്നെ ഓർത്തിരിക്കാൻ സാധിക്കട്ടെ, ഇംഗ്ലീഷിൽ നീ എന്നുള്ളതിനും നിങ്ങൾ എന്നുള്ളതിനും ഏകവചനവും ബഹുവചനവും ഒക്കെ യു എന്ന വാക്കേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ച് അതേസമയം നീ, അങ്ങ്, നിങ്ങൾ എന്നൊക്കെയുള്ള വാക്കുകളുണ്ട്. ഇത് മലയാളം ഭാഷയുടെ ഒരു ഔന്നിത്യമാണ്. ആ ഔന്നിത്യത്തിനനുസരിച്ച് അതിൻ്റെ അർത്ഥങ്ങളും നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കണം. ഈശോയുടെ ബഹുമാനമില്ലാത്തത് കൊണ്ടല്ല സീറോ മലബാർ സഭയിൽ ഈശോയെ നീ എന്ന് അഭിസംബോധന ചെയ്യുന്ന പ്രാർത്ഥനയുള്ളത്. അത് മനസ്സിലാക്കാൻ ഭാഷയുടെ ഔന്നിത്യത്തോടൊപ്പം നമ്മൾ ആദ്യം തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് പോകണം. ഞാനിവിടെ മത്തായി ശ്ലീഹായുടെ സുവിശേഷവും യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷവും മാത്രം ഒന്ന് എടുക്കുകയാണ്. അതിലെ പ്രധാനപ്പെട്ട ചില ഉദാഹരണങ്ങൾ. മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ കുഷ്ഠരോഗി ഈശോയുടെ അടുക്കൽ വന്ന് പറയുന്നത്, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ സാധിക്കും. അവിടെ അങ്ങേക്ക് എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത് POC ബൈബിളിൽ. അതേസമയം അതേ അധ്യായത്തിൽ തന്നെ 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ശതാധിപൻ ഈശോയോട് പറയുന്നത്, നിന്റെ ഭവനത്തിലേക്ക് വരാൻ ഞാൻ യോഗ്യനല്ല, നീ ഒരു വാക്ക് അരുൾ ചെയ്താൽ മതി. അപ്പോൾ ഒരേ അധ്യായത്തിൽ തന്നെ ഈശോയെ അങ്ങ് എന്നും പറയുന്നുണ്ട്, ശതാധിപൻ ഈശോയെ നീ എന്നും പറയുന്നുണ്ട്. 9-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ വാക്യമാണ്, എൻ്റെ മകൾ മരിച്ചുപോയി, എങ്കിലും നീ വന്ന് അവളുടെ മേൽ കൈകൾ വയ്ക്കുകയാണെങ്കിൽ അവൾ ജീവിക്കും. നീ, ഈശോയെ അവിടെ ആ ഭരണാധികാരി അഭിസംബോധന ചെയ്തത് നീ എന്നാണ്. അപ്പോൾ ശതാധിപനും ഭരണാധികാരിയും നീ എന്ന് ഈശോയെ അഭിസംബോധന ചെയ്യുമ്പോൾ അത് ബഹുമാനക്കുറവുകൊണ്ടാണ് എന്ന് പറയാൻ സാധിക്കുമോ? അതോ POC ബൈബിളിൽ തെറ്റുപറ്റിയോ? അതുപോലെ തന്നെ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ 33-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഈശോ കടലിൻ്റെ മുകളിലൂടെ നടന്നു വരുന്നത് കണ്ട് ശിഷ്യന്മാർ ഭയപ്പെട്ടു. അവിടെ കാറ്റും കോളും ഉണ്ടായി. ഈശോയെ കൂടി വഞ്ചിയിലേക്ക് കയറ്റാൻ അവർ ആഗ്രഹിച്ചു. അവിടെ ശാന്തതയുണ്ടായി. അപ്പോൾ ശിഷ്യന്മാർ പറയുന്നത്, നീ സത്യമായും ദൈവപുത്രനാണ് എന്ന് പറഞ്ഞ് ഈശോയെ ആരാധിച്ചു. ആ ആരാധനയിൽ പോലും ശിഷ്യന്മാർ ഉപയോഗിച്ചിട്ടുള്ളത് നീ എന്ന പദമാണ്. POC ബൈബിളിൽ തെറ്റുപറ്റിയതാണോ? മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ വാക്യം, പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം. അവിടെ പത്രോസ് ശ്ലീഹായും പറയുന്നത് എന്താ? നീ സത്യമായും ദൈവപുത്രനാകുന്നു. അവിടെയും നീ എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വീണ്ടും 17-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ തന്നെ 17-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം, താബോർ മലയിലെ രൂപാന്തരീകരണത്തിൽ പത്രോസ് ശ്ലീഹ അവിടെ പറയുന്നത് എന്താണ്? ഞാനിവിടെ 3 കൂടാരങ്ങൾ സ്ഥാപിക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് നിനക്ക്, ഒന്ന് അങ്ങേക്ക് എന്നല്ല പറഞ്ഞിട്ടുള്ളത്. വീണ്ടും POC ബൈബിളിൽ തെറ്റുപറ്റിയതാണോ? 20-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ വാക്യം, സബദിപുത്രന്മാരുടെ അമ്മ ഈശോയുടെ അടുക്കൽ വന്നിട്ട് പറയുന്നുണ്ട്, നീ നിന്റെ രാജ്യത്തിലിരിക്കുമ്പോൾ എൻ്റെ ഒരു മകനെ വലതും ഇടത്തുമായിട്ടിരുത്തണം. അവിടെ നീ എന്ന പദമാണ് സബദിപുത്രന്മാരുടെ അമ്മ ഉപയോഗിച്ചിട്ടുള്ളത്. 22-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ വാക്യം, അവിടെ പരസ്യമായി ഈശോയോട് ചോദിക്കുന്നുണ്ട്, നീ എന്ത് പറയുന്നു? സീസറിന് നികുതി കൊടുക്കുന്നത് ശരിയാണോ? അവിടെ തീർച്ചയായും ഈശോയുടെ ബഹുമാനമില്ലാതെ പറഞ്ഞു എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഏതായാലും അവിടെ നീ എന്ന വാക്കാണ്. 26-ാമത്തെ അധ്യായത്തിൽ 35-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പത്രോസ് ശ്ലീഹ പറയുകയാണ്, ആരൊക്കെ നിന്നെ ഉപേക്ഷിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളി പറയുകയില്ല. ഈശോയോടുള്ള ബഹുമാനത്തോടു കൂടി തന്നെയാണ് അവിടെ പത്രോസ് ശ്ലീഹ സംസാരിക്കുക. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പിതാവിനെ അഭിസംബോധന ചെയ്ത് എങ്ങനെയാണ്? സങ്കീർത്തനം ആലപിക്കുകയായിരിക്കാം ഒരുപക്ഷെ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു. പിതാവിനെ ഈശോ നീ എന്നാണ് അഭിസംബോധന ചെയ്യുന്നതായിട്ട് കാണുക. അതെ, അത് ഈശോയും പിതാവും തമ്മിലുള്ള ആ ബന്ധത്തിൻ്റെ ആഴത്തിലാണ്. അത് പറയുമ്പോഴാണ് നമ്മൾ ഓർക്കേണ്ടത്. പരിശുദ്ധാരൂപിയുടെ 7 ദാനങ്ങളിൽ ഭയവുമുണ്ട്, ഭക്തിയുമുണ്ട്. ഭയം ഔന്നിത്യത്തെ സൂചിപ്പിക്കുകയാണ്, ഭക്തി അടുപ്പത്തെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധ കുർബാനയിൽ ഈശോയോടുള്ള അടുപ്പവും അതേസമയം ഔന്നിത്യവും പ്രകടിപ്പിക്കപ്പെടുകയാണ്. അത് അല്പം കൂടി വിശദീകരിച്ച് പിന്നീട് പറയാം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ
14-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ വാക്യം തോമസ് ലീഹ ഈശോയോട് പറയുന്നുണ്ട്, നീ എങ്ങോട്ട് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിയുന്നില്ല. അവിടെ തോമസ് ലീഹ ഉപയോഗിച്ചിട്ടുള്ളത് നീ എന്ന പദമാണ്. ഈശോ പത്രോസിനോട് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്കറിയാമല്ലോ. 3 പ്രാവശ്യം ആവർത്തിച്ച് ആ നീ എന്ന പദമാണ് പത്രോസ് ലീഹ അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ POC ബൈബിളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ പത്രോസ് ലീഹയുടെ 1-ാമത്തെ ലേഖനത്തിൽ 19-20 വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ പറയുന്നുണ്ട്, നമ്മൾ വീണ്ടെടുക്കപ്പെട്ടത് സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടുമല്ല, കുഞ്ഞാടിൻ്റെ തിരുരക്തത്താലാണ്. അവൻ അനാദി മുതലേ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവനാണ്. അവൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ബഹുമാനക്കുറവാണോ? അതിന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കത് ഒന്നാമതായിട്ട് ഓർക്കുക, ദൈവം ഒരേ സമയം ഏറ്റവും ഉന്നതനാണ്, അഭൗമികനാണ്. ദൈവത്തിൻ്റെ മഹത്വത്തെ കാണാനോ ദർശിക്കാനോ ഒന്നും നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തെ നമ്മൾ അങ്ങ് എന്ന് പറയണം. അതേസമയം ദൈവം നമ്മളിലുണ്ട്, നമ്മളോടൊത്താണ്, നമ്മളോട് കൂടെയുണ്ട്. അതുകൊണ്ട് ആ അടുപ്പത്തിൽ നീ എന്നും പറയാം. അപ്പോൾ ഒരേ സമയം ദൈവത്തിൻ്റെ അഭൗമികതയും അതേസമയം അടുപ്പവും അല്ലെങ്കിൽ ഔന്നത്യവും ലാളിത്യവും വ്യക്തമാക്കിക്കൊണ്ട് അങ്ങ് എന്ന പദവും നീ എന്ന പദവും നമ്മൾ ഉപയോഗിക്കുകയാണ്. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു, അങ്ങനെയാണ് പറഞ്ഞത്. അത് പിതാവുമായുള്ള അടുപ്പത്തിലായിരിക്കണം. അതാണ് ഞാൻ നേരത്തെ ഒന്നും കൂടി സൂചിപ്പിച്ചത്. നമ്മൾ പരിശുദ്ധാരൂപയുടെ ദാനങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭയവുമുണ്ട്, ഭക്തിയുമുണ്ട്. ആരാധനാക്രമത്തിൽ ഭയവും ഭക്തിയും ഉൾച്ചേർന്ന് നിൽക്കുകയാണ്. ഭയത്തോടുകൂടി അങ്ങയെ എന്ന് പറയുമ്പോൾ ഭക്തിയോടുകൂടി നീ എന്ന് പറയും. അതിന് സിറോ മലബാർ കുർബാനയിലേക്ക് പ്രത്യേകമായിട്ട് വരുമ്പോൾ ഇത്രയും പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. സിറോ മലബാർ കുർബാനയിൽ പിതാവിനെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പരിശുദ്ധ തൃത്വത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥനകളിൽ അങ്ങ് എന്ന് വരും. പക്ഷേ ഈശോയെ അഭിസംബോധന ചെയ്യുമ്പോൾ നീ എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ആരാധനാക്രമത്തിൽ ഈശോയോടുള്ള പ്രാർത്ഥനയും അതോടൊപ്പം തൃത്വത്തോടുള്ള പിതാവിനോടുള്ള പ്രാർത്ഥനയും തമ്മിൽ വേർതിരിച്ച് കാണിക്കാനുള്ള ഭാഷയുടെ ഒരു മനോഹാരിതയാണ് നമ്മളവിടെ കാണേണ്ടത്. അതേസമയം ഈശോ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിച്ചിട്ടില്ല, നിങ്ങൾ സ്നേഹിതരാണ്. അപ്പോൾ ഈശോയോടുള്ള അടുപ്പമാണ് അവിടെ വ്യക്തമാകുന്നത്. അങ്ങനെ നീ എന്ന പദവും അങ്ങ് എന്ന പദവും അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കട്ടെ. കുർബാനയിൽ ഈശോയെ നീ എന്ന് പറയുന്നു എന്നതിൻ്റെ പേരിൽ മെത്രാനെ കയറി നീ എന്ന് വിളിച്ചേക്കരുത്, മെത്രാനെ ബഹുമാനിക്കണം. കുടുംബത്തിൽ അപ്പനെ കയറി നീ എന്ന് വിളിക്കരുത്, അപ്പനെന്ന് വിളിക്കണം, അല്ലെങ്കിൽ ഡാഡി എന്ന് വിളിക്കണം, അല്ലെങ്കിൽ പിതാവെ എന്ന് വിളിക്കണം. അപ്പോൾ ആരാധനാക്രമ ഭാഷയുടെ പ്രത്യേകതയും മലയാളത്തിൻ്റെ പ്രത്യേകതയും ഔന്നിത്യവും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് വർഷങ്ങളിലൂടെയുള്ള ചർച്ചകൾക്ക് ശേഷം രൂപപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ കുർബാനക്രമത്തിൻ്റെ ഈ പ്രാർത്ഥനയെ ശരിയായ രീതിയിൽ സ്വീകരിക്കുവാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കട്ടെ. പരമപരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.